അദ്ദേഹം പോലീസ് സംരക്ഷണം ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് നമുക്കറിയാം, തലേ ദിവസത്തെ സംഭവം ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഒന്ന്, ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിക്കിൻ്റെ മുമ്പിൽ മുഖ്യമന്ത്രി പോകുന്ന വഴിക്ക് മരിച്ച വീട്ടിൽ നാട്ടിയിട്ടുള്ള കറുപ്പ് കൊടി പോലും മാറ്റിയ 2000-ഓളം പോലീസുകാരാണ്. അതേപോലെ തന്നെ പറയപ്പെടുന്നത് പാർട്ടിയിൽപ്പെട്ട പ്രൊഫഷണൽ ഗുണ്ടാ സംഘങ്ങൾ മുഖ്യമന്ത്രി അകമ്പടി സേവിക്കുന്നുണ്ടെന്നാണ്. പോലീസിനകത്തുള്ള CPM ഫ്രാക്ഷൻ അവർ സിവിൽ വേഷത്തിൽ ലാത്തിയേക്കാൾ വലിയ വടിയുമായി നടക്കുന്നുണ്ടെന്നാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഊരിപ്പിടിച്ച കഠാരിക്ക് മുന്നിലൂടെയും വാൾത്തലയുടെ മുന്നിലൂടെയും നടന്നിട്ടുള്ള ധീരനായ മുഖ്യമന്ത്രി നമ്മുടെ ഈ നവകേരള യാത്ര സംഘടിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ അങ്ങനെയാണെങ്കിൽ ഈ കറുത്ത വസ്ത്രം ധരിച്ചിട്ട് ഈ ഗവർണറെ തടയാൻ പോകുന്നത് ശരിയാണെന്ന് പിണറായി വിജയൻ പറയണം. ഇതെന്നാ രണ്ട് ന്യായം എന്തിനാണ്? ഒരേ പന്തിയിൽ 2 ഭോജനം എന്തിനാണ്? മുഖ്യമന്ത്രിക്കുള്ള പരിഗണന ഗവർണർക്കും വേണ്ടേ? അവിടെ ഗവർണർ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒരു അകമ്പടിയും വേണ്ട, ജനങ്ങൾ എന്നെ സംരക്ഷിക്കും. അതിന് ജനങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ അത് ശരിയാണെന്ന് വന്നു. നമ്മുടെ മുട്ടായി തെരുവിലൂടെ പോകുമ്പോൾ കച്ചവടക്കാരും കടക്കാരും സാധാരണക്കാരും കുട്ടികളും മുതിർന്ന ആളുകൾ ആബാലവൃദ്ധം ജനങ്ങൾ അദ്ദേഹത്തെ അകമ്പടി സേവിച്ചു. അത് നമ്മളിന്ന് കണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നവകേരള സദസ്സിലുള്ള ജനതയല്ല യഥാർത്ഥ ജനപിന്തുണ എന്ന് പറയുന്നത്. ഇന്നലെ ഗവർണർക്ക് കോഴിക്കോട് നഗരത്തിൽ കിട്ടിയതാണ്. അവർക്ക് ഇന്നലെ ഗവർണർ കുടുംബശ്രീക്കാരെ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടില്ല. അത് തൊഴിലുറപ്പുകാരെ ഗവർണർ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിട്ടില്ല. സ്കൂൾ അംഗനവാടി ടീച്ചർമാരോടും അധ്യാപികമാരോടും അതുപോലെ കുട്ടികളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കുട്ടികൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ സ്വമേധയാ നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അകമ്പടി. ഈ പിണറായി വിജയൻ്റെ ജനപിന്തുണയല്ല ഗവർണർക്ക് കിട്ടിയത്. ഇത് ഒറിജിനലാണ്, അത് ഡ്യൂപ്ലിക്കേറ്റാണ്. അതിനർത്ഥം കേരളത്തിൽ ക്രമസമാധാന നില ഭദ്രമാണ് എന്നല്ലേ? അല്ല, ക്രമസമാധാന നില ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഗവർണർ ഈ കേരളത്തിലെല്ലാ മുക്കിലും മൂലയിലും യാത്ര ചെയ്യണമെന്നാണ്. പക്ഷേ ഏതാനും ചില അക്രമ സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിൻ്റെയും അകമ്പടിയോടുകൂടി ഇപ്പം അക്രമം അഴിച്ചുവിടുകയാണ്, അരാജകത്വം ഉണ്ടാക്കുകയാണ്, ക്രമസമാധാനം തകർക്കുകയാണ്. അതിനെതിരായിട്ടാണ് ഗവർണർ പറഞ്ഞത്. അത് ശരിയല്ലേ? കേരളത്തിലെ ജനങ്ങൾ അക്രമകാരികളല്ല. ഇപ്പം പിണറായി വിജയൻ്റെ കൂടെ നടക്കുന്ന ഈ ക്രിമിനൽ സംഘം എന്ന് പറയുക, അത് കേരളത്തിലെ മുഴുവൻ ജനസംഖ്യയുടെയും 0.0001% മാത്രമാണ്. അവരുടെ നിലപാടുകൾ, അവരുടെ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അക്രമകാരികളെന്ന് പറയാൻ സാധ്യമല്ല.